പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് രാവിലെ തന്നെ കേട്ടത് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. മഹാനായ ഷൈഖുന മാണിയൂർ ഉസ്താദിൻ്റെ വഫാത്ത്. ഉസ്താദിൻ്റെ വഫാത്തിൽ നഷ്ടമായത് നമുക്ക് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ആശ്വാസമായിരുന്നു, നമ്മുടെയൊക്കെ സന്തോഷമായിരുന്നു ഉസ്താദ്. ആ ഒരു വേദനയിലായിരുന്നു ഇന്ന് മുഴുവനായി. ഉസ്താദിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ അനുഭവിച്ച് മനസ്സിലാക്കിയവരാണ്. നമ്മൾ പാവപ്പെട്ടവരുടെ ഒരു ആശ്വാസമായിരുന്നു ഉസ്താദ്. ഉസ്താദിനെക്കുറിച്ച് ഞാനായിട്ട് ഒരുപാടൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കൊക്കെ നഷ്ടമായിരിക്കുന്നത് ഒരിക്കലും നികത്താനാകാത്ത ഒന്നാണ്. മഹാനവറുകളുടെ ഒരു വാക്കിൽ നമ്മളൊക്കെ ഒരുപാട് ആശ്വാസം കണ്ടെത്തിയിരുന്നു. നമ്മുടെയൊക്കെ മാറാ രോഗങ്ങൾക്ക് ആശ്വാസമായിരുന്നു ഉസ്താദ്. ഇനി ആര് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും എല്ലാവർക്കും. മഹാനവറുകളുടെ മഹത്വം അത്രക്കുണ്ടായിരുന്നു. ഈ ഒരു രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് പോലും ഉസ്താദ് ഓടി നടക്കുമായിരുന്നു പലയിടങ്ങളിലും. പലർക്കും ആശ്വാസമായി ഉസ്താദ് എത്തുമായിരുന്നു. ഉസ്താദ് അവസാനമായി സിയാറത്ത് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത്. മഹാനായ മാണിയൂർ ഉസ്താദ് തൻ്റെ അവസാന സമയങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു സിയാറത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉസ്താദിൻ്റെ ജീവിതവും ഇതുപോലെയായിരുന്നു. വളരെ പ്രയാസപ്പെട്ട് രോഗബാധിതനായിക്കൊണ്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളുണ്ടായിട്ടും ഉസ്താദ് പലയിടങ്ങളിലും ഓടിയെത്തിയിരുന്നു. ഉസ്താദ് രോഗികളെ നിത്യവും പരിചരിച്ചിരുന്നു. ഉസ്താദിൻ്റെ ആശ്രയം തേടിക്കൊണ്ടുവരുന്ന ഒരുപാട് പാവപ്പെട്ട ഹൃദയം പൊട്ടിവരുന്ന ആളുകൾക്ക് ആശ്വാസമായിരുന്നു മാണിയൂർ ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ സഹോദരൻ വഫാത്തായപ്പോൾ ഉസ്താദിൻ്റെ സഹോദരനെ ഖബർ സിയാറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നഷ്ടം വലിയൊരു നഷ്ടമായി പോയി. പടച്ചറബ്ബ് അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഉസ്താദിനു വേണ്ടി യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.